ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. അതെങ്ങനെ എത്തിയിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ കുക്കിംഗ് വ്ളോഗാണ്. അപ്പം ഞാൻ എന്താ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുറേ പ്ലാവുണ്ടേ. അപ്പോൾ പ്ലാവിൽ കുറേ ചക്കയുണ്ട്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എടുത്തു വെച്ച ചക്ക ഇപ്പം നല്ല കുറച്ച് ചുളയേ ഉള്ളൂ. അത് നല്ലതായിട്ട് പഴുത്തിരിപ്പുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ചക്കപ്പഴം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ പെട്ടെന്ന് വന്നത് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെയൊക്കെ ചക്കയപ്പം എന്നാണ് പറയണത്, ചിലയിടത്ത് ചക്ക അടയാന്ന് പറയും. അപ്പം ചക്ക അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചതൊരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ച്. അപ്പം ഇവിടെ ഇപ്പം ആരുമില്ല. എൻ്റെ സ്വന്തം റെസിപ്പിയിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെയല്ല, ഇതിലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമല്ല, ചക്ക വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ചക്കയപ്പം. അപ്പം ഞാൻ വിചാരിച്ച് അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വാ, നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. സോ ചക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. മാവിരിപ്പുണ്ട്. ഞാനത് കുഴയ്ക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വാതിൽ തുറന്നിടാം. എന്നാലേ വെട്ടാക്കിയിട്ടുണ്ട്. ഹായ്, ഇപ്പം കുറച്ച് വെട്ടം വന്നില്ലേ? എങ്ങനെയുണ്ട്? സൺ കിസ് ചെയ്തു. സോ ഗൈസ്, അപ്പം നമുക്ക് ചക്കപ്പം ഉണ്ടാക്കാം. നമുക്ക് ആദ്യം വെട്ടയില്ലേ ഇവിടെ. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചക്ക അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്ത് നമുക്കിനി ശർക്കര പാനിയാക്കാൻ വയ്ക്കാം. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ശർക്കര പാനി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചക്ക പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ശർക്കര പാനി റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഏലക്ക വേണം. ഏലക്ക പൊടിച്ചെടുക്കാം. ഈ കപ്പിൻ്റെ അളവിനാണ് മാവെടുക്കുന്നത്. രണ്ട് കപ്പ് മാവെടുത്തിട്ടുണ്ട്. സോ നമുക്കിനി ഇതിൽ ഏലക്ക പൊടിച്ച് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചതിട്ട് കൊടുത്ത് നമുക്ക് ചക്ക ഇട്ടുകൊടുക്കാം കേട്ടോ. ശർക്കര പാനി ഇനി ഇതിലോട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം. നമുക്കിനി ശർക്കര പാനി കൂടെ ഒഴിച്ച് കുഴച്ച് എടുക്കാം. ചൂടുണ്ട് കേട്ടോ. മാവ് നമുക്കിതായില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മാവ് ഇട്ട് കൊടുക്കാം. മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു 2 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ, ജസ്റ്റ് ഒന്ന് ഇതാവട്ടെ. ഞാൻ പിന്നെ അപ്പം ആ സമയം കൊണ്ട് പോയി ഇല എടുത്തോണ്ട് വന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി നമുക്ക് ഇത് പരത്തി ഇലയെടുത്ത് പരത്തി വച്ചിട്ട് നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റെടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ട് പരത്തി എടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇതുപോലെ എല്ലാം പരത്തി എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്, പിന്നെ ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. ഇത് വെന്ത് വരണം. ഇതിനിപ്പം ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേവിച്ച് കഴിഞ്ഞിട്ട് കാണിക്കും. ചക്കയപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മയ്ക്ക് ടേസ്റ്റ് നോക്കാം. നല്ല വിട്ട് വന്ന് നല്ല സോഫ്റ്റ്. കുഴപ്പമില്ല, നമ്മുടെ നോർമൽ ടേസ്റ്റ്
സെറ്റ്